ശബരിമല സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ തുടർച്ചയായ 4ാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി നടത്തിയ ബോഡി ഷേമിംഗ് വിഷയം പ്രതിപക്ഷ നേതാവ് ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്പീക്കർ അനുമതി നൽകിയില്ല. തുടർന്ന് സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ദേഹനിന്ദ പരാമർശം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയതോടെ സ്പീക്കർ ഇടപെട്ടു. പ്രശ്നം ശൂന്യവേളയിൽ ഉന്നയിക്കാൻ നിർദ്ദേശിച്ചു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള നീക്കം സ്പീക്കർ തടഞ്ഞു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പോർവിളിയായി. ബഹളം കൂടിയതോടെ പിന്നീട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വെല്ലുവിളിയായി. ഇരിപ്പിടം വിട്ട് നടുത്തളത്തിലേക്ക് നീങ്ങിയ ഭരണപക്ഷ അംഗങ്ങളെ മന്ത്രി എം പി രാജേഷ് പിന്തിരിച്ച് അയച്ചു. അംഗങ്ങൾ നടത്താൻ അനുവദിക്കണം പ്ലീസ്. ചോദ്യം നമ്പർ 272 ശ്രീ ഡി കെ മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം രാജഗോപാലൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള പുരോഗമിച്ചു. വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഞങ്ങള് ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ, ജീവനക്കാരി ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് KSRTC ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യോത്തരവേളയുടെ അവസാന നിമിഷം ചില ഭരണപക്ഷ അംഗങ്ങൾ നടത്തിയ പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ശൂന്യവേളയിൽ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങളെ തള്ളിമാറ്റി സ്പീക്കർ ഡയസിലേക്ക് കയറാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമം സഭ സംഘർഷഭരിതമാക്കി. വാച്ച് ആൻഡ് വാർഡ് അംഗത്തിന് പരിക്കുപറ്റി. അംഗത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സാർ. ശൂന്യവേള അവസാനിക്കും മുമ്പ് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തേക്ക് പോയി. സഭയ്ക്കകത്തും പുറത്തും ഇനിയും ശക്തമായ പ്രതിഷേധം ഒരുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.